ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പ്രിയങ്ക. ഇന്നത്തെ ഈ വീഡിയോയിൽ 2 കറികളാണ് കാണിക്കുന്നത്. ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ മത്തങ്ങ കദു, പിന്നെ മസൂർ ദാലിൻ്റെ കറി. ഈ മത്തങ്ങ കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്നില്ല. പുറം രാജ്യങ്ങളിൽ ബട്ടർനട്ട് സ്ക്വാഷ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബട്ടർനട്ട് സ്ക്വാഷ് ഉപയോഗിച്ചിട്ടും കദു ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മത്തങ്ങ പോലത്തെ ഏത് വെജിറ്റബിൾ ഉപയോഗിച്ചും നമുക്ക് കദു ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് 2 നോർത്ത് ഇന്ത്യൻ കറികളാണ്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ, എണ്ണയുള്ള ഭാഗത്ത് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇപ്പോൾ പൊട്ടും. ഇനി ഇതിലോട്ട് സവാള കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു കുഞ്ഞ സവാള, ഇപ്പോൾ വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഈ സവാള നന്നായിട്ട് വഴറ്റാട്ടാ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ല എരിവുള്ള മുളക് 3 എണ്ണം അത് ഞാൻ നടുവേ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും ഇടയിൽ. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ കായത്തിൻ്റെ പൊടി, ഹിങ്, അതൊരു നുള്ള്, ജസ്റ്റ് ഒരു നുള്ള്, കൂടാൻ വേണ്ടിയിട്ട് പാടില്ല. എന്നിട്ട് അത് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ എണ്ണ ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ നടുവിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ പെട്ടെന്നാവും. ഇപ്പോൾ ഇതേ കണ്ട എണ്ണ അങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇത് മൂത്തിട്ടുണ്ട് മസാല എന്നാണ്. ഇനി ഇതിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മത്തങ്ങ ചേർത്ത് കൊടുത്തു. ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. അവസാനം വീണ്ടും ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഈ മത്തങ്ങ എന്ന് പറയുന്നത് നല്ല വെള്ളമുണ്ട്, ഉടഞ്ഞു പോവും. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊരു അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ആദ്യം വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചോ. അതിനുശേഷം പിന്നെ നമുക്ക് കംപ്ലീറ്റ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് മൂടി വെക്കാം. ഇപ്പോൾ തീമേന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൊത്തം 10 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തക്കാളി. ഇതിപ്പോൾ ഒരു 1/2 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. 1/2 കിലോ അടുത്ത് മത്തങ്ങ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ലൊരു പഴുത്ത തക്കാളി മുഴുവനായിട്ട് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇതിനി ഇതിലോട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ട് മത്തങ്ങയൊക്കെ. ഇനി ഈ തക്കാളിയും കൂടി ഒന്ന് വെന്താൽ മതി. പതുക്കെ ഇത് വീണ്ടും ഇത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിന് അടുത്തോട്ട് മാറ്റാം. കുറച്ച് തീ കൂട്ടിയിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ച് അല്ലെങ്കിൽ തുറന്ന് വെച്ചോ വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ ഇനി ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ നമ്മുടെ കദു റെഡി ആയിട്ടുണ്ട്.
ഞാൻ മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം ശർക്കര ഒരു 3/4 ടീസ്പൂൺ ശർക്കര ചേർത്തു കൂട്ടാം. ശർക്കര എന്തായാലും ചേർക്കണം. നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്, പിന്നെ ഉലുവ. അപ്പം മൊത്തത്തിൽ ആ പുളിയും പിന്നെ എരിവും ഒക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിർബന്ധമായിട്ടും. ഇതാണ് മസൂർ ദാല്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. മഞ്ഞ കളറല്ല, ഒരു റെഡിഷ് ഷെയ്ഡ് ഉണ്ട് ഈ പരിപ്പിന്. മാത്രമല്ല ഇത് ഭയങ്കര തിന്നാണ് ഈ പരിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ റെഡ് കളർ എന്ന് പറയുന്നത് യെല്ലോ കളറായിട്ട് മാറും. സാധാരണ പരിപ്പിൻ്റെ പോലെ തന്നെ മഞ്ഞ കളറാവും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഡൈജഷൻ, എളുപ്പത്തിൽ ദഹിക്കും ഈ പരിപ്പ്. പിന്നെ നല്ല ചൂടുള്ള സമയത്ത് ഇപ്പം സമ്മറിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ ഒരു പരിപ്പ് കറിയാണ് ഇത്. അപ്പം അത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇതൊരു വലിയ പാത്രത്തിൽ വലിയൊരു സോസ് പാനിൽ ഇത് വേവിച്ചെടുത്താലും മതി. അധികം വേവില്ല ഇതിന്. പിന്നെ ഞാനിത് ആദ്യം നന്നായിട്ട് കഴുകി തെളിഞ്ഞ വെള്ളം വരണ വരെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ തെളിഞ്ഞ വെള്ളത്തിൽ ഞാനിത് ഇപ്പോൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മളിത് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം പൊടിഞ്ഞു പോകും. വളരെ തിന്നാണിത്. ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം വേണം ഇതിലോട്ട്. ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സവാള, ഒരു 1/4 ഭാഗം സവാള. അത് നീളത്തിലോ ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇടുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓപ്ഷണലാണ്, പക്ഷേ തക്കാളി. ഞാനൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളി അല്ലെങ്കിൽ അര തക്കാളി ആയാലും ചേർത്താൽ മതി. അത് ഇതിലോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കണില്ല. ഇനി വേപ്പില, കുറച്ച് വേപ്പില ചേർക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഇത് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാനിതിപ്പോൾ എത്ര കപ്പ് ഒഴിച്ചു എന്ന് എനിക്കറിയില്ല. പരിപ്പ് കഴിഞ്ഞ് ഒരു 1.5 ഇഞ്ച് ഹൈറ്റിൽ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ആദ്യം തന്നെ വേണമെങ്കിൽ ഇതൊന്ന് ഹൈ ഹീറ്റിൽ ഇട്ടിട്ട് അത് ഇതിങ്ങനെ ബോയിലായിട്ട് വരുമ്പോൾ, തിളച്ച് വരുമ്പോൾ നമുക്കിത് കുക്കറിൻ്റെ മൂടിയൊക്കെ വെച്ച് വിസിലിട്ടിട്ട് ഒരു വിസിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇതിലോട്ട് ഇടുന്നുണ്ട്. പരിപ്പ് ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ട, ഈ വെള്ളം അത്രയ്ക്കും ഒഴിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര കട്ട കുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കാച്ചി ഒഴിക്കാം. കുഞ്ഞൊരു പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിലോട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ജീരകം, നല്ല ജീരകം, അത് 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി വീർത്ത് തുടങ്ങും. ഇതൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കും കേട്ടോ. ഇനി ഇതിലോട്ട് ഇപ്പം തന്നെ നമ്മുടെ ഉണക്കമുളക് ഇടാം. ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി. തീ ഒന്ന് കുറച്ച് മീഡിയം കൂടിയിട്ടുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിലോട്ട് മാറ്റിയിട്ട് ഇനി ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ ഈ പരിപ്പിന്. വേപ്പില, ലോ ഫ്ലെയിമിലിടാം. ഇനി ഇത് നമ്മുടെ കറിയിൽ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ മസൂർ ദാലിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്.